ഹലോ, അപ്പോൾ നമ്മുടെ നിഷാൻ കുട്ടൻ ഇതാ തിരിച്ചു വന്നിരിക്കുകയാണ്. ഇന്നലെ ഒന്നും ഈ അക്കൗണ്ട് തപ്പിയിട്ടൊന്നും കണ്ടില്ല. ഇന്നിപ്പോൾ അതേ അക്കൗണ്ട് തിരിച്ചു വന്നിട്ടുണ്ട്. നമ്മളെല്ലാവരും സോഷ്യൽ മീഡിയ യൂസ് ചെയ്യുന്നതിനാണ്, റീച്ചിന് വേണ്ടിയാണ്. കണ്ടന്റുകൾ ക്രിയേറ്റ് ചെയ്യുന്നതും അത് ഇടുന്നതും, അത് വീഡിയോ ആയിക്കോട്ടെ, ഫോട്ടോഷൂട്ട് ആയിക്കോട്ടെ, വ്ളോഗ് ആയിക്കോട്ടെ, എന്തും ആയിക്കോട്ടെ, ഇതെല്ലാം നമ്മൾ ക്രിയേറ്റ് ചെയ്ത് പോസ്റ്റ് ചെയ്യുന്നത് റീച്ചിന് വേണ്ടി തന്നെയാണ്. എല്ലാവരും സോഷ്യൽ മീഡിയ യൂസ് ചെയ്യുന്ന റീച്ചിന് വേണ്ടി തന്നെയാണ്. നമ്മുടെ ഒരു ക്രിയേഷൻ 10 പേര് കൂടുതൽ കാണണം, 10 പേര് കൂടുതൽ നമ്മളെ അറിയണം, അതിലൂടെ നമ്മൾ എന്തെങ്കിലും ആയി മാറണം. ഇതൊക്കെ എല്ലാവരുടെയും ആഗ്രഹങ്ങളിൽ പെടുന്നതാണ്. അങ്ങനെ ഒരു ആഗ്രഹം ഉണ്ടായിരുന്ന ഒരു ചെക്കനാണ് നിഷാൻ എന്ന്. അവൻ്റെ വീഡിയോസ് എല്ലാം കണ്ടാൽ മനസ്സിലാവും. ഒരുപാട് വീഡിയോസ് ഇങ്ങനെ താഴ്ത്ത് കിടപ്പുണ്ട്. ഞാൻ നോക്കിയിട്ട് എല്ലാം അത്യാവശ്യം ക്വാളിറ്റി കണ്ടൻസ് ആണെന്ന് തോന്നുന്നു. അവൻ്റെ വീഡിയോയുടെ ഒരു ക്വാളിറ്റി വെച്ചിട്ട് ഞാൻ പറയുകയാണ്. അതോടൊപ്പം തന്നെ ഒരുപാട് ആഡുകൾ, കൊളാബ്സ്, അങ്ങനെ ഒത്തിരി സംഭവങ്ങളൊക്കെ ആയിട്ട് അവൻ നല്ല റീച്ചിൽ പോയിക്കൊണ്ടിരുന്ന ഒരു പയ്യനാണ്. ഓൾമോസ്റ്റ് ഒരു 130K ഫോളോവേഴ്സ് ഉള്ളൊരു അത്യാവശ്യം ഈ കാലത്ത് നല്ലൊരു റീച്ചാന്ന് തന്നെ പറയാം. അതിന് 100K മേളിൽ വന്നാൽ നല്ല റീച്ചാണ്. ആ റീച്ച് പോരാ ചെക്കന്. അവന് നിന്ന് പിന്നെ 1 മില്യൺ അടിക്കണം, 10 മില്യൺ അടിക്കണം, ഇങ്ങനെ പറക്കണം. ചാനൽ മുഴുവൻ ഇൻ്റർവ്യൂ വേണം. അപ്പോൾ അതിന് പുതിയ ക്രിയേറ്റീവ് ആയിട്ടുള്ള എന്തെങ്കിലും കണ്ടന്റ് കണ്ടുപിടിക്കണം. എല്ലാവരും കണ്ടന്റ് കണ്ടുപിടിക്കുമ്പം അവൻ ഒരു തെണ്ടിത്തരമാണ് അവൻ്റെ കണ്ടന്റ് ആയിട്ട് എടുത്തത്. അവൻ ഈ പാലസ്തീനിലെ ജനങ്ങൾ, നമുക്കറിയാം, ന്യൂസിലൊക്കെ നമ്മൾ കണ്ട് ഈ കുഞ്ഞു മക്കളെ, നമ്മൾ ഒരുപാട് കുഞ്ഞു മക്കളെ ഇങ്ങനെ എന്താണ് ചോരയിൽ കുളിച്ച് കിടക്കുന്നൊക്കെ കണ്ടിട്ട് ശരിക്കും പറഞ്ഞാൽ നമ്മൾ വല്ലാത്തൊരു അവസ്ഥയിലാണ്. പാലസ്തീൻ എന്ന ഒരു പ്രാവശ്യം ഒരു ഫോട്ടോ വീഡിയോ കണ്ടാൽ രണ്ടാമത് നമുക്ക് കാണാൻ കഴിയില്ല. അത്രമാത്രം ഭീകരമാണ് അവിടുത്തെ അവസ്ഥ. ആ അവസ്ഥയെ അവനൊരു കണ്ടന്റാക്കി മാറ്റി അവൻ്റെ റീച്ചിന് വേണ്ടി അവൻ അങ്ങനെ യൂസ് ചെയ്തു എന്ന് മാത്രമല്ല, ഒരു വർഗീയ കലാപത്തിനാണ് ശരിക്കും പറഞ്ഞാൽ ഇവൻ്റെ ഗ്യാങ്ങും ഷാജഹാനും പോത്ത് ഷാജഹാനും ഒക്കെ പറഞ്ഞ് കേട്ടു. നമുക്ക് ഇവരുടെ ആരാന്ന് പോലും സത്യം പറഞ്ഞാൽ അറിയില്ല. അവിടെ ഇവിടെ ചില വീഡിയോസ് കണ്ടിട്ടുള്ളതല്ലാതെ നമ്മൾ ശ്രദ്ധിച്ചിട്ടില്ല. ഇപ്പോൾ ഈ സംഭവങ്ങളൊക്കെ പൊങ്ങി വന്നു കഴിഞ്ഞപ്പോഴാണ് നമ്മൾ ഇവരെയൊക്കെ ഒന്ന് മനസ്സിലാക്കി വരുന്നത്. അപ്പം ഞാൻ ആക്ച്വലി ഇവനെ ഫോളോ ചെയ്തതിൻ്റെ ഒരു വീഡിയോ കണ്ടപ്പോഴാണ്. ഈ വീഡിയോ കഴിഞ്ഞ ദിവസം സോഷ്യൽ മീഡിയ വീഡിയോയിലും എല്ലാം പറ്റുന്നില്ല. ഫാമിലി ആയിട്ടൊന്നും പുറത്തിറങ്ങി നടക്കാൻ പറ്റുന്നില്ല. അവൻ്റെ കാർ ആരോ തല്ലി പൊളിച്ചു എന്നൊക്കെ പറഞ്ഞിട്ട് അവൻ കഴിഞ്ഞ ദിവസം വെളുപ്പിനെ ഇട്ടൊരു വീഡിയോ, അന്ന് ഉറങ്ങാതിരുന്നപ്പോൾ അറിയാണ്ടത് കണ്ടപ്പോൾ ശരിക്കും വിഷമിച്ചു. കാര്യം ഒരു കുഞ്ഞു പയ്യൻ ഇങ്ങനെ കരയുന്നു. അവരെ കരച്ചിൽ കണ്ണൊക്കെ നിറഞ്ഞു, കണ്ണു വല്ലാതെ നിറയുന്നു. കണ്ണീര് ശരിക്കും അവൻ്റെ തലമുടി എന്നൊക്കെ വരുന്നുണ്ട് അതിനകത്ത്. നമ്മളത് അന്നേരം ശ്രദ്ധിക്കുന്നില്ല. പക്ക കരച്ചിൽ, ശരിക്കും നല്ല അടിപൊളി കരച്ചിൽ. നമ്മൾ ശരിക്കും വീണ് പോയി. വല്ലാത്തൊരു വിഷമം തോന്നി. അവൻ്റെ കരച്ചിലുപരി അവൻ ആ വീഡിയോയിൽ പറഞ്ഞിട്ട് അവൻ്റെ ഉമ്മയും പെങ്ങളും ഒക്കെ കാറിലുണ്ടെന്ന്. അവരുടെ കരച്ചിലും കേൾക്കാം. ആരായാലും ശരിക്കും ഒന്ന് വിഷമിച്ചു. നമ്മൾ ആ ശരിക്കും ഒന്ന് വിഷമിച്ചു. അവനെ ആ സമയത്തൊന്ന് ഫോളോ ചെയ്തു. ആ സമയത്താണ് ശരിക്കും ഫോളോ ചെയ്യുന്നത്. അപ്പോൾ അതിനുശേഷം നോക്കുമ്പോൾ അവൻ്റെ അടുത്ത ദിവസം ചാനൽ ഇൻ്റർവ്യൂ വരുന്നു. പിന്നെ ഈ പറഞ്ഞ ലൈവ് സ്ട്രീമിംഗ് എന്തോ ഗ്യാങ്ങിൻ്റെ കൂടെ ഒക്കെ വരുന്നു. അവൻ്റെ റീച്ചിലേക്ക് അവൻ എത്തിക്കൊണ്ടിരിക്കുകയാണ്. പുതിയ കണ്ടന്റുകൾ വരുന്നു. പിന്നെയല്ലേ കാര്യങ്ങളെല്ലാം പുറത്തായതും ഇതൊരു വലിയ സ്ക്രിപ്റ്റ് ആയിരുന്നതും ഇതിൻ്റെ പിന്നിൽ അവർ വലിയ കളികളാണ് നടത്തിയെന്നൊക്കെയുള്ള ഇത് കഴിഞ്ഞ 2 ദിവസങ്ങളായിട്ട് ഇങ്ങനെ സോഷ്യൽ മീഡിയ ചർച്ചയായപ്പോൾ ചെക്കൻ എന്തായി, അവൻ്റെ റീച്ച് വേണ്ട, ഒന്നും വേണ്ടെന്ന് പറഞ്ഞ് അക്കൗണ്ട് പൂട്ടിയിട്ട് പോയ ചെക്കൻ ഇതാ ഇന്ന് സോറിയും പറഞ്ഞുകൊണ്ട് വന്നിട്ടുണ്ട്. അതാണ് ഇതിൻ്റെ അവസാനമാണ് ശരിക്കും ഒന്ന് കാണേണ്ടത് കേട്ടോ. ആരോപിക്കാനോ അയാളെ കുറ്റക്കാരനാക്കാനോ ഞാൻ ഉദ്ദേശിക്കുന്നില്ല. ഉള്ളതുള്ള പോലെ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് അടുത്ത വീഡിയോയിൽ നിങ്ങൾക്ക് പറഞ്ഞിരുന്നു. അതാണ് അടുത്ത വീഡിയോയുമായിട്ട് വന്നിട്ട് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തരാം. അപ്പോൾ ഇതുവരെ അവൻ ഉദ്ദേശിച്ച ആ റീച്ചിലോട്ട് എത്താത്തപ്പം ഇനി എന്താണ് സംഭവിച്ചതെന്നുള്ള സീരീസ് ഓഫ് വീഡിയോസാണ് ചെക്കൻ ഉദ്ദേശിക്കുന്നത്. അതിലൂടെയെങ്കിലും അവൻ ഉദ്ദേശിച്ച ആ റീച്ചിലോട്ട് എത്താനാണ് അവൻ്റെ ശ്രമമെന്ന് തോന്നുന്നു. എന്തായാലും ഞാൻ പറയുന്നത്, അവൻ അത്രയും ആഗ്രഹിച്ചാൽ ഇത്രയും ഇതിന് പുറകെ കഷ്ടപ്പെട്ടതാണ് ഈ റീച്ചിന് വേണ്ടി. ആ റീച്ച് നമ്മൾ കൊടുക്കണം എന്നാണ് എൻ്റെ ആഗ്രഹം. അപ്പോൾ അതിന് ഈ 130K എന്ന് പറഞ്ഞതിൽ നിന്നും നമുക്ക് എത്രത്തോളം അത് കുറച്ചുകൊണ്ട് അവന് റീച്ചാക്കി കൊടുക്കാമെന്നുള്ളതാണ്. നമ്മൾ ശരിക്കും പറഞ്ഞാൽ പാലസ്തീൻ്റെ മക്കളെ സ്നേഹിക്കുന്നവരോ അല്ലെങ്കിൽ ഈ കേരളത്തിൻ്റെ മണ്ണിൽ വർഗീയതയ്ക്കെതിരെ പോരാടണമെന്ന് ആഗ്രഹിക്കുന്ന ഒരുത്തരും ഇനി ഇവനെ ഫോളോ ചെയ്ത് വെക്കില്ലെന്ന് ഉറപ്പാണ്. അപ്പോൾ അതിൻ്റെ ആദ്യപടിയായി ഞാൻ അവനെ അൺഫോളോ ചെയ്യാണ്. അപ്പോൾ നിങ്ങളും ഇവനെയും ഇവൻ്റെ കണ്ടൻറ്റ്, ഇവൻ്റെ റീച്ചിന് വേണ്ടി ഉണ്ടാക്കിയ നാടകത്തെയും എതിർക്കുന്നുണ്ടെങ്കിൽ ഇവനെ അൺഫോളോ ചെയ്യണം. അൺഫോളോ ചെയ്ത് അവന് കൃത്യമായ മറുപടി കൊടുക്കണം. താങ്ക് യു.